വാട്സാപ്പ്. അപ്പം കുറേ നാളത്തേക്ക് ശേഷം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മളിന്ന് ഫുജറയ്ക്ക് പോവുകയാണ്. ഞാനുണ്ട്, ശങ്കരനുണ്ട്, സ്വപ്നനുണ്ട്. നമ്മൾ നേരെ ഫുജറയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഫുജറയ്ക്ക് പോകുന്ന റോഡും അത് അവിടുത്തെ കാര്യങ്ങളും ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വ്ളോഗ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അതിഗംഭീരമായ ഗംഭീരമായ വീഡിയോസ് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് ശങ്കറിൻ്റെ വണ്ടിയിലാണ് പോണേ. നേരെ വണ്ടി എടുത്ത് നേരെ നമുക്ക് ഫുജറയ്ക്ക് പോകാം ഗായ്സ്. You ain't see me activated. You better hope that you never see me agitated. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing, I just do what I was destined. Cause I feel I got the blessing, persistence and obsession. That's how you keep progressing, I already learned that lesson, yeah. I'm changing who I am, I'm making a new plan, rearranging my life and I won't look back ever again. You can't stop what's moving, you can't stop what's moving. I'm changing my life and I won't look back ever again. No fear, see clear, you deserve to be great. I know it feels like things get in your way. Push through those walls and the others will fall. Sit up, stand tall, you can get through it all. I need some energy, anxiety's no friend to me. I have a short memory, I don't really remember things. That's how I move on, that's how I stay strong. A new day's ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുജറയിലെത്തി. ദിലീപ് ഭായി നമ്മളെ വന്ന് പിക്ക് ചെയ്ത് പിന്നെ താണ്ട് ശങ്കരണ്ണ സ്വപ്നയിൽ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നേരെ ഒരു ചായ കുടിക്കാനാണ് പറഞ്ഞത്. ദിലീപ് ഭായി എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് നോക്കാം എവിടെയാണ് കൊണ്ടുവരുന്നത്. ഗായ്സ്, ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഫുൾ അവർ ക്ലിപ്പ് കൊണ്ടുണ്ടാക്കിയത്. ക്ലിപ്പിട്ട് കൽബയിലാണ്. കൽബയിൽ നമ്മൾ ഫുജറ വന്നിട്ട് നേരെ നമ്മൾ പിന്നെ കൽബ ഫോർട്ട് കണ്ടോ? ഫോർട്ട് അത് ആ കാണുന്നത് മീൻ മാർക്കറ്റാണ്. മീൻ മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അത് മീൻ മാർക്കറ്റാണ് കൽബയില്. ഇത് കണ്ട് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഗൈസ്. നോക്കിയേ എന്ത് ഭംഗിയുള്ള ഏരിയയാണ്. ജർഫാണൊക്കെ അല്ല കേട്ടോ. മുന്നേ ഞാനിവിടെ കുറച്ച് ആൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് മാറിയാണ് അജ്മാലിലോട്ട് പോയാണ്. ഇപ്പം അടിപൊളി ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കുറേ നല്ല നല്ല കാഴ്ചകൾ, നാടുകളൊക്കെ തന്നെ കുറച്ച് നല്ല വൃത്തിയുള്ള പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വെള്ളം നോക്കി, വെള്ളം നോക്കി കണ്ട എൻ്റെ മോനെ. ഒരു കുളത്തിൻ്റെ സെയിമുണ്ട്, കുളത്തിൻ്റെ സെയിം നോക്കിയേ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഉണ്ടായത്, പക്ഷേ ഞാൻ ഡ്രൈവിലായതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കണ്ടോ? അങ്ങനെ ഗൈസ്, നമ്മളൊരു ഹോട്ടലിൽ വന്ന് ഇവനൊരു നൂഡിൽസ് ഒക്കെ ഓർഡർ ചെയ്ത് നോക്കി ഇരിക്കണൊക്കെ. പിന്നെ നമ്മൾ അപ്പം ഞാൻ ഈ ചായയും കുടിച്ച് ഇതും കഴിച്ചിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നൂഡിൽസ് ഓക്കെ. ഞാൻ കഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഒരു സമൂസയും കൂടി ഓർഡർ ചെയ്ത്. വലിയ സമൂസ കേട്ടോ, വലിയ സമൂസ. ഇതും കഴിക്കാൻ നല്ല ചൂടുണ്ട്. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് സമൂസയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ അടുത്ത ഇവൻ എവിടെ പോകണം? ബീച്ചിൽ പോകാം അല്ലേ? അംബ്രല്ല ബീച്ചിലേക്ക് നമ്മൾ പോകുന്നു ഗൈസ്. നമ്മുടെ ദിലീപ് ഭായി നമ്മളെ കൊണ്ട് പോവുകയാണ് ഗൈസ്. ശങ്കരണ്ണ ഇവിടെ ചിരിച്ചിരിപ്പുണ്ട്, സ്വപ്നിലും ഇവിടെ ഇരിപ്പുണ്ട്. ചൂട് ഭയങ്കര ചൂട് ഗായ്സ്. അങ്ങനെ നമ്മള് അംബ്രല്ല ബീച്ചിലെത്തിയിട്ട്, അംബ്രല്ല എന്ന് പറഞ്ഞ ഫുജറയില അംബ്രല ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം ബീച്ചിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മള് അംബ്രല്ല ബീച്ചിൽ ട്രെയിൻ പിള്ളേർക്ക് ഇരിക്കാനുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് പോവാം. ബീച്ചിലോട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. നല്ല കിടിലം വ്യൂ അല്ലേ, നല്ല ബീച്ച്. ഇത് ഫുള്ള് ഇവിടെ മൊത്തം മറ്റേ കുടയാണ് കേട്ടോ, കുട. ഈ കുട ഉള്ളതുകൊണ്ടാണ് ഇവർ അംബ്രല്ല ബീച്ച് എന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഗൈസ് ഇവിടെ എന്തെന്നറിയോ, അംബ്രല്ല ബീച്ച് എന്ന് വന്നേ. അതുകൊണ്ട് കുട ഉണ്ട, ആ കുടയാണ് ഇവിടുത്തെ എല്ലാം. മറ്റേ നമ്മളെ ഈ ഇരിക്കുന്ന സ്ഥലത്തല്ല അല്ലെങ്കിലല്ലോ എല്ലായിടത്തും കുട കണക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഇവർ അംബ്രല്ല ബീച്ച് എന്ന് പറയുന്നത്. ഇത് അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ. കിടിലം വ്യൂ അല്ലേ ഇവിടെ, മൊത്തത്തിൽ ഒരു കിടിലം വ്യൂ അല്ലേ. സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. കണ്ട, ഇതാണ് അംബ്രല്ല ബീച്ച്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കടൽ കാണാം, പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. പിന്നെ എൻ്റെ ദിലീപ് ഭായി ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞ് വന്നേപ്പോണ്ട്. ശങ്കരണ്ണൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, അവിടെ സ്വപ്നിൽ വായുമ്പോളെന്ന് വായിപ്പോണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ മറ്റേ വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലതാണ് ബീച്ച്. ഇങ്ങനെ കണ്ടിരിക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് അംബ്രല്ല ബീച്ച്. അംബ്രല്ല ബീച്ച് മീൻസ് കുട ഉണ്ട്, ഇങ്ങനെ കുട നിരത്തി അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് കുട, കണ്ടോ. ഇത് കണക്ക് അങ്ങറ്റം വരെ അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് അംബ്രല്ല, ഏത് അംബ്രല്ല ബീച്ചെന്നോ ഏത് മറ്റേ എന്ത് മറീന ബീച്ചെന്നോ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ നാട്ടിലെ വർക്കല ബീച്ചും പിന്നെ കോവളം ബീച്ചും അതൊക്കെ വേറൊരു ലെവലിൽ സാധനങ്ങളാണ്. അതിന് ഇവിടെ വന്നു കഴിഞ്ഞ് ഏത് ബീച്ചിൽ പോയാലും ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല ഗൈസ്. ഓക്കെ, ശാന്തമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക, വർത്തമാനം പറയുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെ ഇവിടെ ഉള്ള. എല്ലാവരും പിള്ളേരുമായിട്ടൊക്കെ ഇരിക്കുക, കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കുക, അതേ ഉള്ളൂ ഇവിടെ. പക്ഷേ നമ്മുടെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലല്ലേ മോനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നല്ല ഭംഗിയില്ലേ, വെള്ളം വീഴുന്ന കണ്ടോ ഗൈസ്, നല്ല രസമുണ്ടല്ലേ കാണാൻ. अंदर क्या है मालूम नहीं है, देखिएगा. നല്ല സകല സാധനങ്ങളുണ്ട് ഇതിനകത്ത്. വാഴയുണ്ട്, നാരങ്ങയുണ്ട്, നാണ്ട് തെറ്റിപ്പൂ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നോക്കിയേ, ഈ മരുഭൂമിയിലൊക്കെ ഇവരെങ്ങനെ വെച്ച് പിടിപ്പിക്കണേന്തോ ഈ പൊരിഞ്ഞ വെയിലത്ത്. ഒരു സമ്മതിക്കണം അല്ലേ. നോക്കിയേ, നല്ലൊരു ഫീൽ കേട്ടോ ഇവിടെ വന്നപ്പോൾ. മൊത്തത്തിൽ ഒരു നല്ലൊരു എഫക്റ്റ്, നല്ലൊരു ഫീലാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. ഓ മൈ ഗാഡ്, അങ്ങനെ എന്താ സ്പോട്ട് നോക്കി, അടിപൊളിയല്ലേ. ഓ മൈ ഗാഡ്, വണ്ടർഫുൾ ഗൈസ്, നല്ല രസമുണ്ടല്ലേ. നമ്മൾ അതൊക്കെ കണ്ടിങ്ങ് വന്നപ്പോൾ നോക്കിയ വെള്ളച്ചാട്ടം, നല്ല അതേ കണക്ക് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടം. നോക്കിയേ, ഇത് അവരുണ്ടാക്കിയതാണ്, അല്ലാണ്ട് നാച്ചുറൽ അല്ല കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ നാച്ചുറൽ അല്ലേ, അതേ ഒരു ഫീൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഓ, ആ ഒരു ഫീലും സൗണ്ടും ആ വെള്ളച്ചാട്ടവും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പേ പോയി നിൽക്കാം. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല കേട്ടോ, ഒരു പിടിച്ചകത്തിടും. ഓക്കെ, ഓ മൈ ഗാഡ്, ബീച്ചൊക്കെ കണ്ട. ഓ അടിപൊളിയല്ലേ, നട്ടിപ്പോയൊരു ഫീൽ കിട്ടും ഇവിടെ വന്നാൽ മതി. കുതിരയ്ക്ക് വന്നാൽ മതി, ഇതൊക്കെ കാണാം. ഓർഫക്കാനിൽ കാണാൻ പറ്റി ഇതൊക്കെ കണ്ടാ. ഞാൻ കുറച്ച് അടുത്ത് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സൗണ്ട് കണ്ടോ, ഫീല് കണ്ടോ, ഫീല് എനിക്ക് എൻ്റെ പോലെ പൊളിയല്ലേ. ഓ അടിപൊളിയല്ലേ. അപ്പോൾ ഗായ്സ് നോക്കിയേ, അപ്പം നമ്മൾ ഇതും കണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചു പോവാം. ഓക്കെ, തിരിച്ച് നേരെ നമുക്ക് കുജറ പോയിട്ട് പോകണം.
അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഫുജിറയിൽ കയറി മാമനെയും കണ്ട് സന്തോഷത്തോടെ ഞാൻ പിന്നെ അവിടെ നിന്ന് തിരിച്ച് മടങ്ങി ഗൈസ്. എന്തായാലും ഞാനും ഒരുപാട് സന്തോഷമായി, മാമനും സന്തോഷമായി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഫുജിറയിൽ നിന്ന് തിരിച്ചു വന്ന് ഇപ്പോൾ റൂമിലെത്തി, മാമനെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ എൻ്റെ ക്യാമറയിൽ ചാർജ് ചെയ്തിരുന്നു പോയി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഞാൻ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാം കണ്ട് നിങ്ങൾ ആസ്വദിക്കുക. ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോകൾ ഇനി അടുത്ത വീഡിയോയിൽ വരും.